സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി. മലപ്പുറത്ത് ചികിത്സയിലുള്ള മണ്ണാർക്കാട് സ്വദേശിനിക്ക് രോഗം സ്ഥിരീകരിച്ചു. 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്ക വേണ്ടതും ജാഗ്രത പുലർത്തണമെന്നുമാണ് നിർദ്ദേശം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സ്രവ പരിശോധനാ ഫലവും പോസിറ്റീവാണ്. വെന്റിലേറ്ററിലുള്ള യുവതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. പുതിയ നിപ്പ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് സർക്കാർ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 2 ജില്ലകളിലും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 3 ജില്ലകളിലും 26 കമ്മിറ്റികൾ വീതം രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ സംസ്ഥാന ഹെൽപ്പ് ലൈനുകളും തയ്യാറാക്കും. അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. രോഗബാധിതയായ പാലക്കാട് സ്വദേശിനിയുടെ സമ്പർക്ക പട്ടിക പോലീസിന്റെ സഹായത്തോടെ പരിശോധിക്കുകയാണ് ജില്ലാ ഭരണകൂടം. 59 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്നും നിലവിൽ മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. 59 ഒരു പ്രൈമറി കോൺടാക്ട്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല. സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ആയാൽ നമ്മളത് മെഡിക്കൽ പ്രൊസീജിയർ പ്രകാരം കൈകാര്യം ചെയ്യുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ജില്ലയിൽ മുഴുവനും SMS പാലിച്ചാൽ മതി. ഇപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക് ആൻഡ് സാനിറ്റൈസർ. പാലക്കാട് തച്ചനാട്ടുകര പഞ്ചായത്തിലെ 8, 9, 11, കരിമ്പുഴ 17, 18 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. പ്രദേശത്തെ 3 സ്കൂളുകൾ താൽക്കാലികമായി അടയ്ക്കാൻ മണ്ണാർക്കാട് AEO നിർദ്ദേശം നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കി. കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. വനം, ആരോഗ്യം, വെറ്റിനറി, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തിലും അവലോകന യോഗമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.